സർ നമസ്കാരം. നമസ്കാരം. സർ, രാജ്യത്തുടനീളം 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയും നമ്മളുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മളുടെ മുഖ്യമന്ത്രി വി ഡി സതീശനും ത്രിവർണ്ണ പതാക ഉയർത്തി. എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രം വന്ദേ മാതരം ചൊല്ലിയില്ല, ആലപിച്ചില്ല. സർ, നമ്മളുടെ ഈ കേരളം ലീഗിന് കീഴടങ്ങുകയാണ്. അല്ല, കേരളം ലീഗിന് കീഴടങ്ങില്ല. കേരളം എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ലല്ലോ. കേരളം എന്ന് പറയുന്നത് 3,30,00,000 ആളുകളുള്ള ഒരു സംസ്ഥാനമാണല്ലോ. അവരെന്തിനാണ് ലീഗിന് കീഴടങ്ങുന്നത്? കീഴടങ്ങേണ്ടിയും പോയി കീഴടങ്ങാതെയും ജീവിക്കാമല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കീഴടങ്ങിയോ എന്ന് ചോദിച്ചാൽ രണ്ട് തരം കീഴടങ്ങലുണ്ട്. ഉപാധികളോടുള്ള കീഴടങ്ങലുണ്ട്, നിരുപാധികമായ കീഴടങ്ങലുണ്ട്. കേരളത്തിലെ 13ാമത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ നിരുപാധികം കീഴടങ്ങി. ഒരു ഉപാധിയില്ല, നിരുപാധികം കീഴടങ്ങി. ഇത് യു ഡി എഫിൻ്റെ വിഷയമല്ല. യു ഡി എഫിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി, കേരള കോൺഗ്രസ്, ജോസഫ് കേരള കോൺഗ്രസ് ഉണ്ട്, അതല്ലെങ്കിൽ RSP ഉണ്ട്, ഈവൻ ഫോർവേഡ് ബ്ലോക്ക് വരെയുണ്ട്, നിയമസഭയിൽ പ്രാതിനിധ്യമില്ലെങ്കിലും അവരാരെങ്കിലും പറഞ്ഞു വന്ദേ മാതരം ആലപിക്കരുത് അല്ലെങ്കിൽ മുഴുവനായിട്ട് ആലപിക്കരുത്? യു ഡി എഫ് തീരുമാനമെടുത്തോ? ഇല്ലല്ലോ. അപ്പം വി ഡി സതീശൻ കീഴടങ്ങിയിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ മുഖ്യമന്ത്രിയാണ്. 13ാമത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. അല്ല, മുഖ്യമന്ത്രി മാത്രമല്ല, മൊത്തം കോൺഗ്രസ്സുകാരും കീഴടങ്ങിയില്ലേ? ഹൈക്കമാൻഡ് വരെ കീഴടങ്ങിയില്ലേ? എവിടെ ഹൈക്കമാൻഡ് കീഴടങ്ങി? ഇല്ല. പാർലമെൻറ്റിലെ വന്ദേമാതരം ആലപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം മുസ്ലിം ലീഗിൻ്റെ MP അവിടെ എഴുന്നേറ്റില്ലേ? തീർച്ചയായിട്ടും. മുസ്ലിം ലീഗിൻ്റെ MP അവിടെ എഴുന്നേറ്റ് നിൽക്കാം, ഇവിടെ ആലപിക്കാൻ ഒക്കത്തില്ലെന്ന് പറയുന്നതിൻ്റെ എന്ത് സാങ്കത്യമാണ് രതീഷയുള്ളത്? ശരി. ഞാൻ പറഞ്ഞത്, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ 80ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷത്തെ പരിപൂർണമായി അപമാനിച്ചുകൊണ്ട് അദ്ദേഹം ലീഗിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്നാണ് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഞാൻ വേറൊരു സംശയം ചോദിക്കുകയാണ്, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതായത് ഈ വന്ദേമാതരം രണ്ട് വരി ചൊല്ലി നിർത്തിയാലാണ് അവർക്കെതിരെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്കെതിരെ അറസ്റ്റ് ആണെങ്കിൽ എന്താണോ സംഭവിക്കുന്നത് അത് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അങ്ങ് പറഞ്ഞതും അത് പൊതുവെ റൂൾസിലുള്ളതുമാണത്. ഇവിടെ ഒന്നും തന്നെ ആലപിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണോ എന്ന് പറയുന്നത്? അല്ല, വന്ദേമാതരം ആദ്യത്തെ 2 ചരണം ചൊല്ലി നിർത്തുന്നതും വന്ദേമാതരമേ ആലപിക്കേണ്ട അവിടെ പ്രശ്നം തീർന്നില്ല. വന്ദേമാതരം ആലപിച്ചില്ല. അല്ല, അതിന് സാങ്കേതിക വശമായി പറയുന്നത് വന്ദേമാതരമേ ആലപിക്കുന്നില്ല. ഇനി നാളെ ദേശീയഗാനം ആലപിക്കേണ്ടെന്ന് പറഞ്ഞാൽ ദേശീയഗാനം ആലപിക്കാതെയും ചടങ്ങ് നടക്കാമല്ലോ. തടസ്സം വല്ലതും ഉണ്ടോ? ദേശീയഗാനം ആലപിക്കാൻ ചടങ്ങ് അതുകൊണ്ടല്ലോ ദേശീയഗാനത്തിൽ ഉള്ള പോലെ വന്ദേമാതരത്തിൽ വർഗീയതയുണ്ടെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗ്. വന്ദേമാതരത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ പറയുന്നു വർഗീയതയുണ്ടെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്ദേമാതരം ചൊല്ലുന്നത് ദേശീയഗാനം ചൊല്ലുന്ന പോലെയല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ വന്ദേമാതരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് രതീഷ്. അതായത് ബംഗാളിലെ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നു ചേർന്നാണ്, ഒറ്റക്കെട്ടായിട്ട് നടന്നത്. അവിടെ ഹിന്ദു മുസ്ലിം വിഭജനമൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ, അതായത് ലോർഡ് കഴ്സണാണ് ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. അതിനും കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ലോർഡ് കഴ്സൺ കൊല്ലത്ത് വന്ന് നമ്മുടെ റെസിഡൻസിയിൽ താമസിച്ചിട്ട് 1905 നേരെ തിരിച്ചു പോയാണ് ഈ ബംഗാൾ വിഭജനം നടത്തുന്നത്. അതിന് മുമ്പ് കേരളത്തിൽ നിന്ന് പോയാൽ വിഭജനം നടത്തി. അപ്പോൾ കേരളത്തിനും അതിനൊരു പങ്കുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ബംഗാൾ ഇത് വിഭജിച്ച് കഴിഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്ന് ബംഗാൾ വിഭജനത്തിനെ എതിർത്തു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കാനുള്ള ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രം മനസ്സിലാക്കിയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്ന് ഇതിനെ എതിർത്തത്. 1905 മുതൽ 1920 വരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ദേശീയ ഗാനമായി പാടിയിരുന്നത് വന്ദേമാതരമാണ്. ചരിത്രം പരിശോധിക്കൂ. തീർച്ചയായിട്ടും. അത് മുഴുവനുമായിട്ടാണ് പാടിയത്. 4 സ്റ്റാൻസായൊന്നുമല്ല, മുഴുവനുമായിട്ടാണ് പാടിയിരുന്നത്. അപ്പോൾ ആ മുഴുവനായിട്ട് പാടിയപ്പോൾ അന്നൊന്നും വർഗീയ വികാരം വന്നില്ലല്ലോ. എവിടെയാണ് വർഗീയ വികാരം വന്നത്? 1923 കോൺഗ്രസിൻ്റെ കാക്കിനാട സമ്മേളനം വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പ് വന്നു, മുസ്ലിം നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് വന്നു. 1905 മുതൽ 1920 വരെ ഒന്നിച്ച് ഹിന്ദുവും മുസ്ലിം വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാരന് എതിരെ പോരാടുമ്പോൾ ഉപയോഗിച്ച ജനങ്ങൾക്ക് ആവേശം നൽകിയ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഗാനം 1923 അവർക്ക് ഇഷ്ടമില്ലാതെ വന്നു. എന്തിനാണ് ഇഷ്ടമില്ല വന്നത്? രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുക എന്നുള്ള ലക്ഷ്യത്താണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായി മുഹമ്മദ് അലി ജിന്ന ഒരു നിലപാടെടുത്തത് 1937 1937 അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വം ജിന്നയ്ക്ക് കീഴടങ്ങിയിട്ട് ആദ്യത്തെ 2-3 ചരണങ്ങൾ പാടിയാൽ മതി, 2 ചരണങ്ങൾ പാടിയാൽ മതി, ബാക്കി വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്.
അതാണ് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഈ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഇടപെടലിൻ്റെ ആദ്യത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അന്ന് മുതലാണോ ഈ 2 ചരണങ്ങൾ മതി എന്ന് തീരുമാനിക്കുന്നത്? അന്ന് മുതലേ തീരുമാനിച്ചു. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 2 ചരണങ്ങൾ മതി. വന്ദേ മാതരം ആലപിക്കണം. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അമ്മേ വന്ദനം എന്നാണ്, അത് ആലപിക്കണം. പക്ഷേ അതിൻ്റെ 2 ചരണം മതി എന്ന് തീരുമാനിച്ചത് നെഹ്റുവാണ്. അപ്പോൾ വന്ദേ മാതരത്തിൻ്റെ 2 ചരണം മതി എന്ന് നെഹ്റുവിന് തീരുമാനിക്കാൻ പറ്റും. നെഹ്റു മാത്രമല്ല, അന്ന് ഗാന്ധിയുമില്ലേ? അല്ല, ഗാന്ധിയൊക്കെ മരിച്ചില്ലേ? 1937 അല്ല, 37 അല്ലത്തെ കാര്യമാണ്. 37 ഇത് മുഹമ്മദ് അലി ജിന്ന കൊണ്ടുവന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? അതെ. അതിനുശേഷം 1950കളിലെ കാര്യമാണ് ഈ പറയുന്നത്. സാറേ, ഞാൻ അറിഞ്ഞ വിവരം മാത്രമാണ് അങ്ങയോട് പറയുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങേക്ക് ഇതിനെക്കുറിച്ച് അറിയാലോ. 1937 നടന്ന ഒരു വലിയൊരു കോൺഗ്രസിൻ്റെ പരിപാടിയിലാണ്, കോൺഗ്രസിൻ്റെ വലിയൊരു പരിപാടി നടക്കുന്നതിൽ ഗാന്ധിജി അടക്കം പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു. തെറ്റുണ്ടെങ്കിൽ പറയണം. അതിൽ നെഹ്റു ഉണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ ഈ ഒരു തീരുമാനം എടുക്കുന്നത്, നമുക്ക് 2 ചരണങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി, ബാക്കിയുള്ള ചരണങ്ങൾ വന്ദേ മാതരം ചൊല്ലണ്ട എന്നൊരു തീരുമാനം എടുത്തു എന്നാണ് എനിക്ക് അറിഞ്ഞൊരു വിവരമാണ് ഞാൻ അങ്ങേയായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതാണ് ഞാനും പറഞ്ഞത്. 1937 മുഹമ്മദ് അലി ജിന്ന ഇതിനെ എതിർത്തപ്പോൾ ആദ്യത്തെ 2 ചരണം മാത്രം പാടിയാൽ മതി എന്നൊരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതിനുമ്പെടുത്ത തീരുമാനത്തിന് എന്ത് റിലവൻസ് ഉള്ളത്? തീർച്ചയായിട്ടും. വീണ്ടും വന്ദേ മാതരം പാടുന്നതിനെ കുറിച്ച് ചർച്ച വന്നു. ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന് നെഹ്റു തീരുമാനിച്ചു. ഇപ്പോഴേ 2026 നെഹ്റുവിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം തീരുമാനിച്ചു മുഴുവൻ പാടണം. പകുതി പാടണമെന്ന് നെഹ്റു തീരുമാനിക്കാമെങ്കിൽ മുഴുവൻ പാടണമെന്ന് പിന്നെ അതേ അധികാരം ഉപയോഗിച്ചാണ്. പകുതി പാടിയാൽ മതി എന്ന് നെഹ്റു ഏത് അധികാരം ഉപയോഗിച്ച് തീരുമാനിച്ചു, അതേ അധികാരം ഉപയോഗിച്ചാണ് മുഴുവൻ പാടണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. ഇത് വ്യത്യാസമാണ്, നിലപാടിലെ വ്യത്യാസമാണ് രതീഷേ. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല കാര്യം. 1950 മുതൽ 2000 വരെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്, വന്ദേ മാതരം ആലപിക്കാൻ മുസ്ലിങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങൾ ആലപിക്കത്തില്ല, മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ആളുകൾ ആദരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. കുറേ കാലങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 1987 88 കണ്ടാണ്, യഹോവ സാക്ഷികളെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. അത് സ്കൂളിലെ ദേശീയഗാനം പാടിയപ്പോൾ യഹോവ സാക്ഷികൾ പറഞ്ഞു, ഞങ്ങൾ പാടത്തില്ല, ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാ ദേശീയഗാനം, രാജ്യത്തിന് ഒന്നും സ്തുതിക്കുന്ന ഞങ്ങൾക്ക് പരിപാടിയില്ല, ഞങ്ങളുടെ യഹോവയെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ മാത്രമേ പാടൂ, വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യഹോവയെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളും പാടിക്കും, ദേശീയഗാനം ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പേരിൽ കേസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദേശീയഗാനം പാടത്തില്ലെന്ന് യഹോവ സാക്ഷി 1980കളിൽ പറഞ്ഞതുപോലെ ദേശീയഗാനം പാടത്തില്ലെന്ന് ഇപ്പം മുസ്ലിം ലീഗിന് പറഞ്ഞു. ഇവിടെ യഹോവ സാക്ഷി പറഞ്ഞ കാര്യം പറഞ്ഞു, ചരിത്രം പരിശോധിച്ച് നോക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെ ഇത് പാടാൻ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വന്ദേ മാതരം ആലപിക്കുമ്പോൾ കുറച്ച് പേര് എണീറ്റ് നിൽക്കും, കുറച്ച് പേര് ഇരിക്കും. അതല്ലേ സംഭവിക്കുന്നത്? അതെന്തൊരു പിന്നെ നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്? 2006 ബെനത്ത് വാല MP ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വന്ദേ മാതരം പാടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇതൊക്കെ ലേഖകളിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ 2026 സംഭവിച്ചിരിക്കുന്നത് വന്ദേ മാതരമേ ഒഴിവാക്കി. സർ, ഇത് കേരളത്തിൽ മാത്രമാണോ ഈ ഒഴിവാക്കൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിൽ മാത്രമാണ് ഇത് ഒഴിവാക്കൽ നടക്കുന്നത്. ഈ കേരള രാഷ്ട്രീയത്തെ ഇത് എങ്ങനെ സ്വാധീനിക്കും? ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ, കേരള സമൂഹത്തിനെ 2ആയിട്ട് തിരിക്കും. അതായത് ഞാൻ വന്ദേ മാതരത്തെ ആദരിക്കുന്നവനാണ്. തീർച്ചയായിട്ടും. രതീഷിന് വേണമെങ്കിൽ വന്ദേ മാതരത്തെ അപമാനിക്കാം. ഇല്ല, ഞാൻ ആദരിക്കുന്ന ഒരാൾ അല്ല, ഞാൻ പറഞ്ഞു വന്നത്, രതീഷിന്റെ സ്ഥാനത്ത് ഗോവിന്ദ മാസ്റ്റർ ആയിരിക്കുന്നെങ്കിലും നിസ്കരിക്കും. അല്ല, പുള്ളി പറഞ്ഞാൽ വന്ദേ മാതരം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നതിന്റെ കാര്യം, വന്ദേ മാതരത്തെ ആദരിക്കുന്നവരും വന്ദേ മാതരത്തെ അനാദരിക്കുന്നവരും തമ്മിൽ സമൂഹത്തെ 2ആക്കിയില്ലേ? അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ശരിക്കും കോൺഗ്രസിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. കോൺഗ്രസ് കീഴടങ്ങിയത് UDFന് മുന്നിലല്ല. അതാണ് എൻ്റെ ആർഗ്യുമെന്റ്. കോൺഗ്രസ് കീഴടങ്ങിയത് മുസ്ലിം ലീഗിൻ്റെ മുന്നിലാണ്. 1905 മുതൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച ചില നിലപാടുണ്ട്. 1905 മുതൽ 1920 വരെ ഹിന്ദുവും മുസ്ലിമും ഒരു തടസ്സവുമില്ലാതെ നിരക്ഷരതയുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ പാടിയിരുന്ന ദേശീയ ഗീതം
2026 സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനത്ത് പാടാൻ പറ്റില്ല, ബഹുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുകയും അവരുടെ മുന്നിൽ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. വി ഡി സതീശൻ ലീഗിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അവരുടെ ആവശ്യത്തിൻ്റെ മുന്നിൽ ഒരു മുഖ്യമന്ത്രി നിരുപാധികം കീഴടങ്ങുകയും ചെയ്താൽ അതിനെ എങ്ങനെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നതും ചിന്തിച്ചു നോക്കൂ. ഇത് ശരിയാണോ? ശരി. ഇപ്പം ലീഗ് ഇത് പറഞ്ഞാൽ അമൃതാനന്ദമയ്യെ കണ്ടു, കെ എം ഷാജി എതിർത്തല്ലോ. തീർച്ചയായിട്ടും. ഇനിയും അടുത്ത വരെ എതിർക്കാൻ പോകുന്നത് കർക്കിടകവാവിന് പോയി അച്ഛനപ്പൂപ്പന്മാർക്ക് ബലിയിട്ടില്ലേ, അതെ, അതിനെ എതിർക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യം കേരളം വളരെ ഗൗരവതരമായ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. വർഗീയമായ വേർതിരിവുകൾ കേരള സമൂഹത്തെ രണ്ടായിട്ട് തിരിക്കും. ദേശീയ ഗീതത്തെ ആദരിക്കുന്നവരും ദേശീയ ഗീതത്തെ അംഗീകരിക്കാതോ അല്ലെങ്കിൽ അനാദരിക്കുകയോ ചെയ്യുന്ന ആളുകളും തമ്മിൽ രണ്ടായിട്ട് തിരിക്കും. അത് കേരള രാഷ്ട്രീയത്തിൽ നാളെ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമാണോ? കേരളം മാത്രമല്ലല്ലോ, വേറെ 27 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലില്ലേ? അതെ. അവിടെയൊക്കെ മുസ്ലിങ്ങളില്ലേ? അതെ. UP മുസ്ലിമില്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് UP-യിലാണ്. UP-യിലെ മുസ്ലിമിനെ എണ്ണിച്ചിരിക്കാമെങ്കിൽ, UP-യിലെ മുസ്ലിമിന് ഇതിനെ ആദരിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിമിനെ ആദരിച്ചുകൂടാ? സർ, ഞാൻ അതാണ് അങ്ങയോട് നേരത്തെ ചോദിച്ചത്. നമ്മുടെ ദേശീയ ഗീതത്തെ മറ്റുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് മുഴുവനായിട്ട് ചെല്ലണം എന്ന് തീരുമാനം വന്നു കഴിഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം വന്നു, എല്ലാവർക്കും ഇതുപോലെ ലെറ്ററും കാര്യങ്ങളൊക്കെ പോയി കാണാം. സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളുടെ ഇവിടെയാണ് ആലപിക്കാതെ പോയിരിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലാണ് ആലപിക്കാതെ പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകണം. അത് അതിൻ്റെ കുറിച്ച് ലേറ്റസ്റ്റ് റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വന്ദേമാതരം ആലപിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി വേണം പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കേണ്ടത് എന്ന് ജനം തീരുമാനിച്ചുകൂടെ? തീർച്ചയായിട്ടും. ഈ 102 സീറ്റ് കിട്ടിയിരിക്കുന്ന പിന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിന് ഇതിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ട് മാത്രമാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ സതീഷിൻ്റെ നിലപാട് ശരിക്കും പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും. വന്ദേമാതരം പാടാതെ വിട്ട ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം വരുമോ അറിയില്ല. ഏക മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരുമോ അതും എനിക്കറിയില്ല. അതിനി വാർത്തകൾ വന്നെങ്കിലേ എനിക്കറിയത്തുള്ളൂ. എന്തായാലും ശരി, 13 ഒരു അൺലക്കി നമ്പറാണ്. 79 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിച്ചു. 13ാമത്തെ മുഖ്യമന്ത്രി നമ്മുടെ ദേശീയ ഗീതത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളെയും ഒരു ജനതയുടെ വികാരത്തെയും ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ബോധത്തെയും അപമാനിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? ഒരു കാരണവശാലും നമ്മുടെ മുഖ്യമന്ത്രി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും ശരി, ചരിത്രത്തിൽ പലർക്കും പലതരത്തിൽ പ്രവേശിക്കാമല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പം വി ഡി സതീശൻ എങ്ങനെയാണ് ചരിത്രത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് കാത്തിരുന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിക്കുകയാണ്. കേരള സമൂഹത്തിൽ എന്ത് ചലനമായിരിക്കും ഇത് സൃഷ്ടിക്കാൻ പോകുന്നത്? അത് സംശയിക്കേണ്ട കാര്യമില്ല. കേരള സമൂഹത്തിൽ വന്ദേമാതരത്തെ ഇഷ്ടപ്പെടുന്നവരും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ഏത് നിലപാട് സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിലാണല്ലോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വരട്ടെ. ഭൂരിപക്ഷം ആളുകൾക്കും കേരളത്തിലെ ഭൂരിപക്ഷം അല്ലേ ജനാധിപത്യത്തെ തീരുമാനിക്കുന്നത്. വന്ദേമാതരം വേണ്ടെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ചാൽ വേണ്ട. അതാണ് ജനാധിപത്യം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ 102 സീറ്റ് കൊണ്ട് വന്നിരിക്കുന്ന ഒരാൾ മാന്യമായും എല്ലാവരുടെയും വികാരങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. വളരെ നിർഭാഗ്യകരമായി പോയി വന്ദേമാതരം മുഴുവൻ ആലപിക്കാതിരുന്നത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി കേരള മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ കീഴടങ്ങി കേരളം ഭരിക്കുന്ന മുസ്ലിം ലീഗ് എന്നാണ് ഇന്നലത്തെ ഒരു മുദ്രാവാക്യത്തിൽ ഞാൻ കേട്ടത് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് നടക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേരളത്തിൽ. എന്തായാലും നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇതിൻ്റെ അടുത്തുള്ള പരിപാടികൾ എന്തൊക്കെ ആയിരിക്കും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ, നമ്മൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. നന്ദി, നമസ്കാരം സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.